ഒരു നാളിലെൻ്റെ റൂഹ് പിരിയും നേരം നബിയെ വന്നിടൂ. ആ സമയമെന്നിൽ സ്വാന്തന കുളിരേകിടുയ സെയ്യിദി. ഒരു നാളിലെൻ്റെ റൂഹ് പിരിയും നേരം നബിയെ വന്നിടൂ. ആ സമയമെന്നിൽ സ്വാന്തന കുളിരേകിടുയ സെയ്യിദി. മൗത്തിൻ നോവ് മറന്നിടാനായി വന്നിടില്ലേ തങ്ങളെ. മൗത്തിൻ നോവ് മറന്നിടാനായി വന്നിടില്ലേ തങ്ങളെ. ഈ പാപി തന്നിലെ ആശകൾ നിറവേറ്റിടില്ലേ യാ നബി, നിറവേറ്റിടില്ലേ യാ നബി. അന്ന് കൂരിരുൾ കാട്ടില് ഭീകരമാം ഖബറില് ഭീതിയിൽ ഞാൻ കഴിയുമ്പോൾ എന്നിൽ തുണയായി വരില്ലേ, എന്നിൽ തുണയായി വരില്ലേ. ഒരു നാളിലെൻ്റെ റൂഹ് പിരിയും നേരം നബിയെ വന്നിടൂ. ആ സമയമെന്നിൽ സ്വാന്തന കുളിരേകിടുയ സയ്യിദി, കുളിരേകിടുയ സയ്യിദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇസ്നില്ലാഹ് വലൗ അന്നഹും യദ്ലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മയൊക്കെ അവൻ്റെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹബീബിനെ മഹബത്ത് വെച്ചുകൊണ്ട് ഹബീബിന് വേണ്ടി ജീവിക്കുന്ന ജീവിതമാക്കി മാറ്റുമാറാവട്ടെ. ഹബീബൻ നമ്മുടെ രക്തവും ശ്വാസവും നമ്മുടെ എല്ലാം ഹബീബിലേക്ക് സമർപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആശിഖീങ്ങളെ ഇഷ്ടം വെച്ച് ആശിഖീങ്ങളെ പിൻപറ്റി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ ആഖിറം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും റബ്ബ് നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ക്യാൻസർ കൊണ്ട് വിഷമിക്കുന്ന രോഗികളുണ്ട്. അല്ലാഹു
ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ടും അപകടമരണങ്ങളെ തൊട്ടും റബ്ബ് കാക്കുമാറാവട്ടെ. ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റമളാനിൻ്റെ ഒന്നാമത്തെ രാവിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇത് റഹ്മത്തിൻ്റെ 10. അതുപോലെ നമ്മൾ റമളാനിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഓരോ 10 ഹബീബിന് വേണ്ടി സമർപ്പണത്തിൻ്റെ ബാബുകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ 10 റഹ്മത്തിൻ്റെ 10. റഹ്മത്ത് എന്നുള്ളതെന്താ? സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുക എന്നുള്ളതാണോ റഹ്മത്ത്? അതല്ലല്ലോ. റഹ്മത്ത് എന്നുള്ളത്, റഹ്മത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നുള്ളത് അത് ഹബീബാണ്. കാരണം അത് ഖുർആൻ തന്നെ സാക്ഷ്യം വഹിച്ചതുമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാക റഹ്മതൻ ലിൽ ആലമീൻ. തീർച്ചയായും നബിയേ, അങ്ങേ നാം അയച്ചിട്ടുള്ളത് റഹ്മതൻ ലിൽ ആലമീൻ. ഞാൻ സൃഷ്ടിച്ചതായ പ്രപഞ്ചങ്ങൾക്ക്, എല്ലാ ഗാലക്സികൾക്കും, എൻ്റെ എല്ലാ സൃഷ്ടികൾക്കും റഹ്മത്തായിട്ടാണ് നബിയെ അങ്ങേ നാം അയച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നു. അപ്പം എല്ലാ റഹ്മത്തിൻ്റെയും താക്കോൽ സൂക്ഷിപ്പുകാരൻ ഹബീബാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നുള്ള നിലക്ക് ഖത്മുൽ ഖുർആൻ ധാരാളം ചൊല്ലും. അപ്പം ആ ഖത്മിൻ്റെ കൂടെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം എന്താ? ഹബീബിനെ ഓർക്കുക. മറ്റ് ഇബാദത്തുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഹബീബിനെ മറന്നുപോയാൽ, സ്വലാത്തിനെ കുറഞ്ഞു പോയാൽ, എല്ലാ ദിവസവും നമുക്ക് ഹബീബിൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലണം. എന്തുകൊണ്ട്? നമ്മുടെ ബോഡിയുടെ പിതാവ്, ശരീരത്തിൻ്റെ പിതാവ് ആദം അലൈഹിസ്സലാമാണ്. ആദം അലൈഹിസ്സലാമിനെയും റൂഹ് കൊടുത്തപ്പാണ് ജീവൻ വെച്ചത്. ആ റൂഹിൻ്റെ പിതാവാരാ? ഹബീബാണ്. റൂഹിൻ്റെ പിതാവ് ഹബീബാണ്. അപ്പോൾ ശരീരത്തിന് ചെയ്യുന്ന അമല് നമ്മൾ നിസ്കാരം കൊടുക്കുന്നു. റൂഹിനുള്ള ഭക്ഷണം എന്നുള്ളത് അത് സ്വലാത്താണ്. അപ്പോൾ ഖത്മുൽ ഖുർആൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? സ്വലാത്തിനെ കൂടി ഉൾപ്പെടുത്തണം. അപ്പോൾ റൂഹിനുള്ള ഭക്ഷണം കൊടുക്കണം. അപ്പോൾ റൂഹിൻ്റെ പിതാവ് ഹബീബാണ്. അപ്പോൾ എല്ലാ റഹ്മത്തിൻ്റെയും വാതിൽ കടന്നു പോകണമെങ്കിൽ, എല്ലാ ഇബാദത്തും കയറി പോകണമെങ്കിൽ അത് ഹബീബ് ഉണ്ടാവണം, ഹബീബ് മുഖാന്തരമായിരിക്കണം. പിന്നെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10ആണല്ലോ. അപ്പോൾ മഗ്ഫിറത്തിൻ്റെ 10 ഹബീബ് മുഖാന്തരം തന്നെ നമുക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ തേട്ടങ്ങളും ഹബീബ് മുഖാന്തരം തന്നെ കയറിപ്പോണം. അല്ലെങ്കിൽ എന്താവില്ല? അത് സ്വീകാര്യമാവില്ല. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇസ്നില്ലാഹ്. നബിയേ, അങ്ങേ നാം അയച്ചത്, നിങ്ങൾ ഇന്നൊരു റസൂലിനെ അയച്ചത് അവരെ നിങ്ങൾ വഴിപ്പെടാൻ വേണ്ടിയിട്ടാണ്. വഴിപ്പെട്ടാൽ മാത്രം പോരാ. വലു അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്. അവർ സ്വശരീരത്തിന് തിന്മ ചെയ്തുകൊണ്ട്, തെറ്റുകൾ ചെയ്തുകൊണ്ട് അങ്ങയുടെ അടുക്കലേക്ക് വരും. അവർ പൊറുക്കലിനെ തേടാൻ വേണ്ടിയിട്ട് അവർ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങയുടെ അടുക്കൽ വരും.
വസ്തഗ്ഫറ ലഹു റസൂലു. അപ്പൊ അവർക്ക് അവരുടെ പ്രവാചകര് പൊറുക്കലിനെ തേടുമ്പോ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അപ്പൊ എന്നെ അവര് കണ്ടെത്തും, ലവജദുല്ലാഹ റബ്ബിനെ അവര് കണ്ടെത്തും, തവ്വാബർ റഹീമ കൂടുതൽ പൊറുക്കുന്നവരായിട്ടും കരുണ ചെയ്യുന്നവരായിട്ട് അവർക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ ഹബീബ് മുഖാന്തരായിരിക്കണം നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോഴും ആരറിയുന്നുണ്ട്? നമ്മുടെ റൂഹിന്റെ പിതാവായ ഹബീബ് അറിയുന്നുണ്ട്. അപ്പൊ ഹബീബിനോട് സ്വലാത്തിലൂടെ നമ്മൾ തേടുക, ഹബീബിനോട് തേടുക, പാപം ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയി, എനിക്ക് പുറത്തു തരണം എന്നുള്ളത് സ്വലാത്തിലൂടെ ചോദിക്കുക. അപ്പം ഹബീബ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമ്പോൾ നമുക്ക് റബ്ബ് പുറത്തു തരും എന്നുള്ളതാ, ഹദീസല്ല, ഖുർആനാണ്. നിസാ സൂറത്തില് 64-ാമത്തെ ആയത്താണിത്. ഹബീബ് മുഖാന്തരം നമ്മൾ തേടുമ്പോൾ നമുക്കത് പുറത്ത് കിട്ടും എന്നുള്ളതാ. അപ്പം രണ്ടാമത്തെ പത്തും ഹബീബിനുള്ളതായി. പിന്നെ മൂന്നാമത്തെ പത്തിലാണല്ലോ ലൈലത്തുൽ ഖദ്ർ ഇറങ്ങി വരുന്നത്. ലൈലത്തുൽ ഖദ്ർ പറഞ്ഞാൽ എന്താ? 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് പിന്നെ പറയുന്നത് വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. എൻ്റെ റൂഹും ഇറങ്ങി വരും, മലക്കുകളും ഇറങ്ങി വരും. എൻ്റെ റൂഹും ഇറങ്ങി വരും, മലക്കുകളും ഇറങ്ങി വരും എന്ന്. അപ്പൊ റബ്ബിന്റെ റൂഹ് എന്താ? തഫ്സീറുകളിൽ പല വ്യാഖ്യാനങ്ങൾ കാണും. റബ്ബിന്റെ റൂഹ് എന്നുള്ളത്, ആ റൂഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് എന്നും വിശേഷിപ്പിക്കുന്നത്. അതുപോലെ സൂഫി പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് വറൂഹു ഫീഹാ എന്ന് പറഞ്ഞത് റൂഹിന്റെ പിതാവ് മുത്ത് ഹബീബാണല്ലോ. അപ്പൊ മുത്ത് ഹബീബിനെ കൂടുതൽ കാണാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാ. മുത്ത് ഹബീബിനെ നമുക്ക് കൂടുതൽ കാണാൻ സാധ്യതയുള്ളത് എന്നാണ്. അപ്പോൾ മുത്ത് ഹബീബ് ഇറങ്ങി വരുന്ന രാവുകളാണ് ലൈലത്തുൽ ഖദ്റിൻ്റെ രാവുകൾ എന്ന് നമുക്കൊക്കെ ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തുമാറാവട്ടെ. ലൈലത്തുൽ ഖദ്റിൽ ഹബീബിനെ കാണാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ 3-10 ഹബീബിലുള്ളതായല്ലോ. 3-10 നമ്മൾ പാപമോചനം തേടുകയാണെങ്കിലും ഹബീബിനോട് ചോദിക്കണം. ഇനി റഹ്മത്താണെങ്കിലും ഹബീബിനോട് ചോദിക്കണം. നരകമോചനാണെങ്കിലും ഹബീബിനോട് ചോദിക്കണം. സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിലും സ്വർഗീയ അനുഭൂതികളാവണമെങ്കിലും അവിടെ ഒരാൾ കാലുകുത്തണം. ആ ഹബീബ്, നമ്മുടെ മുത്ത് ഹബീബ് അവിടെ കാലുകുത്തണം. സ്വർഗീയ ഹൗറുലിനീങ്ങളെ വേണോ? ഹൗറുലിനീങ്ങളുടെ ആസ്വദിക്കണോ? അവരോടൊപ്പം കഴിയണോ? അതിനും വേണം ഹബീബ്. റവാനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല അക്സറുക്കും അലയ്യ സ്വലാത്തൻ അക്സറുക്കും അസ്വാജൻ ഫിൽ ജന്ന. അക്സറുക്കും നിങ്ങൾ അധികരിപ്പിക്കുവിൻ, അലയ്യ സ്വലാത്തൻ എൻ്റെ മേലിലെ അധികരിച്ച് സ്വലാത്ത് ചൊല്ലുവിൻ, അക്സറുക്കും അസ്വാജൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ ഭാര്യമാര് അധികരിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുവിൻ. ഹബീബാണ് നമ്മോട് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ഹൂറുലിനീങ്ങൾ വേണമെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിലും സ്വലാത്ത് ചൊല്ലുവിൻ. അപ്പോൾ ഈ ദിനങ്ങൾ മറ്റ് ഇബാദത്തുകൾ അധികരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിലേറെ സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഈ ഒരായത്തിനെ സംബന്ധിച്ചിട്ടായിരുന്നു.
നമ്മൾ പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇത് പറയാനുള്ള അനുമതി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കാലമായിട്ട് നിർത്തിവെച്ചതായിരുന്നു. ഇപ്പോൾ വീണ്ടും റമദാൻ കടന്നു വരികയാണല്ലോ. അപ്പോൾ ഹബീബിൻ്റെ മാസമാണല്ലോ റമദാൻ. അതുകൊണ്ട് മാത്രം ഉസ്താദ്മാരുടെ അനുമതിയോടുകൂടെ പറയുകയാണ്. ഓരോരുത്തരും ഈ പറയുന്ന ഈ വിനീതന് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യുക. ഒന്നുമല്ല, ഭൗതികതയ്ക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഹബീബിന് സേവനം ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ. അപ്പം ഹബീബിൻ്റെ മദത്, ഹബീബിൻ്റെ നദറും ലഭിക്കാൻ വേണ്ടി, ഹബീബിനെ കൺകുളിർക്ക് കാണാൻ വേണ്ടി ഓരോരുത്തരും പ്രത്യേകം ദുആ ചെയ്യുക. റബ്ബോട് മാപ്പിനപേക്ഷയാ ചെല്ലുന്നവൻ, കടക്കേണ്ട ബാബതിൽ വ്യക്തമാക്കി തന്നവൻ. അലിയുന്നൽ ഖസ്വാസവർ പറയുന്നതാ, റബ്ബോടൊരാൾ ചോദിച്ചു നബിയെ വിട്ടതായി, എന്നാൽ ഒരിക്കലും സാധ്യമല്ല കാര്യവും, കഷ്ടപ്പെടണമെന്നുള്ളതാണതിൽ മിച്ചവും. റബ്ബോട് ചോദിക്കേണ്ടതിൻ്റെ അതവെങ്ങനെ, അതു വേണ്ട പോലറിയുന്നതാ നബിയുന. ഏതെന്ന് ഗുണമേതെന്ന് ദൂഷ്യം ഏതെന്നത് അറിയുന്ന നബി വാങ്ങിത്തരും യോജിച്ചത്. അല്ലാതെ നാം സ്വന്തം തുനിഞ്ഞാൽ പിന്നെ ഗുണത്തിൽ കവിഞ്ഞ് ദൂഷ്യമായി വരും പൊന്നെ. ഓർത്തൊന്ന് നോക്കാം സലഭത്തിൻ വന്നത്, ഇതിലേക്കു തെളിവാണെപ്പോഴും അതിനുള്ളത്. ഇവയൊന്നും ഷെഹ്റാനി സ്വന്തം ഫുൽഖത്തിൽ പറയുന്നതാ, നീ നോക്ക് ഒന്നാം ഭാഗമിൽ. നമുക്ക് നമ്മുടെ ഹബീബില്ലാതെ ഒരമലും റബ്ബിലേക്ക് ഉയർത്തപ്പെടൂല. ഹബീബ് ഉണ്ടായിരിക്കണം. ഏത് ഇബാദത്ത് നമ്മൾ എങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോഴും ഹബീബിനോടുള്ള മഹബത്തില്ലാതെ, ഹബീബിനോടുള്ള ആ ഇഷ്ടമില്ലാതെ എങ്ങനെ തലകുത്തി മറിഞ്ഞ് ഇബാദത്തെടുത്തിട്ടും കാര്യമില്ല. ഉള്ളിൽ ഹബീബിൻ്റെ മഹബത്ത് ഉണ്ടാവണം. ആ മഹബത്തോടു കൂടെ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിനെ സ്വീകാര്യതയുള്ളൂ. നമ്മൾ പാപം ചെയ്ത് പൊറുക്കലിന് തേടുമ്പോഴും ഹബീബ് മുഖാന്തരായിരിക്കണം. നീ ഇബാദത്തെടുക്കുമ്പോഴും അതിന് മഹബത്ത് കൂട്ടിക്കുഴയ്ക്കുമ്പോഴേ അത് സ്വീകാര്യമാകുള്ളൂ. സ്വലാത്തില്ലാതെ അമലുകൾ ഉയർത്തപ്പെടുകയില്ല എന്ന് നമ്മോട് ഹബീബ് പറഞ്ഞതാണല്ലോ. അതുപോലെ പൊറുക്കലിന് തേടുമ്പോഴും ഹബീബിനെ മുൻനിർത്തിക്കൊണ്ട് തേടണം. അത് നമ്മൾ ഉള്ളു നിഷ്കളങ്കമായിട്ട് വേണം ചൊല്ലാനും എന്ത് ചോദിക്കാനും. ഉള്ളിൽ ഞാനെന്ന ഭാവം കൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ ആരാണ്, ഞാൻ ഇബാദത്ത് ധാരാളം ചെയ്യുന്നവനല്ലേ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവനല്ലേ, മറ്റേ ഇബാദത്ത് ചെയ്യുന്നവനല്ലേ, സദഖ ചെയ്യുന്നവനല്ലേ എന്നൊക്കെ ചിന്തിച്ച് ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ രക്ഷപ്പെടൂല. രക്ഷപ്പെടണമെങ്കിൽ റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടാവണം. ഹബീബിനോടുള്ള മഹബത്ത് ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. ഹബീബിനോടുള്ള മഹബത്ത് കൂട്ടിക്കുഴച്ചുകൊണ്ട് മാത്രമേ നമുക്ക് രക്ഷ ലഭിക്കുള്ളൂ. ഹബീബിനോടുള്ള മഹബത്ത് രക്തത്തിൽ അലിഞ്ഞുകൊണ്ട് ഹബീബിനോടുള്ള മഹബത്തോട് കൂടെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
ആരോ ആരോ സ്വലാത്ത് 10 ചൊല്ലി പ്രഭാതമിൽ, അതുപോലെ 10ഉം ഓതി വന്ന് പ്രദോഷമിൽ. എന്നാൽ ഷഫാഹത്തുള്ളതാണവന്, തൊബ്രാനി റിപ്പോർട്ടുള്ളതാ പറയുന്നത്. പറയുന്നു നബിയും എൻ്റെ മേലാരോ ഒരാൾ ചൊല്ലും സ്വലാത്തൊരു 100 എല്ലാ ജുമുഅ നാൾ. ഹാജത്ത് 100 കൊണ്ടവൻ തേടുന്നതാ, അതിൽ 30 എവിടെയും ശിഷ്ടമവിടെ മുള്ളതാ. എന്നും ഹയാത്തുൽ അംബിയായിൽ വന്നതാ, അത് ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. ഒരാള് 100 സ്വലാത്ത് ഒരു ജുമാ ദിവസം ചൊല്ലിയാൽ 30 ആവശ്യങ്ങൾ ദുനിയാവിൽ വെച്ചിട്ട് അവനക്ക് പൂർത്തിയാക്കും. ബാക്കി 70 ആഖിറത്തിലേക്ക് അവന് മാറ്റിവെക്കുന്നതാണ്. ആ 70 ആഖിറത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഹിസാബിൻ്റെ സമയത്ത് എല്ലാ ഇബാദത്തും തകർന്ന് തരിപ്പണമായിട്ട് പാപ്പരായി നിൽക്കുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് തുലാസിലേക്ക് ഒരു പൊതി വെക്കും. ആ പൊതി വെക്കലോടുകൂടെ അമലുകൾ അധികരിച്ച് തൂകും. അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കും, അല്ല നിങ്ങളാരാണ് എന്ന്. അപ്പം ഹബീബ് പറയും, ഞാനില്ലേ, എൻ്റെ മേലിലല്ലേ നീ ദുനിയാവിൽ സ്വലാത്ത് ചൊല്ലിയത്, ഞാനാണ് നിൻ്റെ മുത്ത് ഹബീബാണ്, ഞാൻ നിൻ്റെ മുത്ത് നബിയാണ് എന്ന് പറയുമ്പോൾ മുത്ത് ഹബീബ് നമ്മൾ ചൊല്ലിയ ആ സ്വലാത്ത് കൊണ്ടാണ് ഹിസാബിൽ നമ്മെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടാനുള്ള ഏക അമൽ എന്തേ ഉള്ളൂ? സ്വലാത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അമൽ പൊളിഞ്ഞു പോകും. ദിവസം 500 ഓതി വന്നാൽ നന്നാ, ഒരു കാലവും ഒരു ഫഖറുമില്ലാതവനെന്നാ. തിരുമുസ്തഫ നബി തങ്ങളിൽ നിന്നുള്ളത്, എന്നാൽ ഖസീന വ്യക്തമായി പറയുന്നത്. കുരുക്കൊക്കെയും അഴിക്കുന്നതാണിത് കൊണ്ട്, അതിനധികമായി നീ ചൊല്ലുവാൻ വിധിയുണ്ട്. സ്ഥാനത്തിനെന്തോ ഹാനി വന്നാൽ പിന്നെ ഇത് കൂടുതൽ നീ ചൊല്ലിയാൽ മതി പൊന്നെ. ചുരുക്കി പറഞ്ഞാൽ ഏതിനും ഫലം തന്നെയാണിത് എന്നുള്ളതിൽ നമുക്കെത്ര തെളിവാണുള്ളത്. അപ്പോൾ നമുക്ക് ഏത് അമലും രക്ഷ നേടാൻ ഹബീബ് മതി. ഏത് അമലും രക്ഷ നേടാൻ നമുക്ക് ഹബീബ് മതി. സ്വലാത്തിലൂടെ നമുക്ക് രക്ഷ നേടാൻ ഏത് അമൽ ചെയ്താലും അതിൽ സ്വലാത്തുണ്ടായിരിക്കണം. അതാണല്ലോ നമ്മൾ ഒന്നാമത്തെ 10ലാണ് നിലകൊള്ളുന്നത്, റഹ്മത്തിൻ്റെ 10ലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ എല്ലാ റഹ്മത്തിൻ്റെയും കവാടം ഹബീബാണ്. അപ്പോൾ ഹബീബിനെ മുൻനിർത്തിക്കൊണ്ട് ഹബീബിൻ്റെയോട് സ്വലാത്തിനെ അധികരിപ്പിക്കാൻ ഇന്ന് തന്നെ തുടക്കം കുറിക്കുക. നാളെ ചൊല്ലാന്നല്ല, ഇന്ന് തന്നെ നമ്മൾ തുടക്കം കുറിക്കുക. അതുപോലെ നമുക്ക് മഗ്ഫിറത്ത് വേണോ, എന്നാലും മഗ്ഫിറത്ത് വേണമെങ്കിലും വലോ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നബിയേ, അങ്ങയുടെ അടുക്കൽ അവർ വരും, അവരുടെ സ്വശരീരത്തിന് തിന്മ ചെയ്ത്
ചെയ്തുകൊണ്ട് അങ്ങയുടെ അടുക്കൽ പൊറുക്കലിനെ തേടിക്കൊണ്ട് അവർ വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പൊറുക്കലിനെ തേടുമ്പോൾ അവർക്ക് ഞാൻ പുറത്തു കൊടുത്ത് അവർക്ക് പുറത്തു കൊടുക്കുന്നവരായിട്ട് എന്നെ അവർക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ തെറ്റ് ചെയ്താലും നമ്മൾ ഹബീബിൻ്റെ മുന്നിൽ ജനിച്ച കുട്ടികളെ പോലെ ഹബീബാണ് നമ്മുടെ പിതാവ്. അതാണല്ലോ അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അന്ത മുൻജീനാ ഗദൻ മിൻ ശഫാഅതിക സഫാ മല്ലനാ مثلك يا سيدي خير النبي ارتكبت على الخطا غير حسر وعدل لك أشكو فيه يا سيدي خير النبي ارتكبت على الخطا غير حسر وعدل لك أشكو فيه يا സയ്യിദി ഖൈറൻ നബി. അപ്പോൾ തെറ്റ് ചെയ്തുകൊണ്ട് ഹബീബിൻ്റെ അരികിലേക്ക് നമ്മൾ പോകുമ്പോൾ ഹബീബ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ആ ശുപാർശയോടുകൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. അതാണല്ലോ നമ്മോട് വസീലത്തും ഫളീലത്തും ചോദിക്കാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണല്ലോ അപ്പോൾ ഹബീബിന് വേണ്ടി നമ്മൾ വസീലത്തും ഫളീലത്തും ചോദിക്കുക. അത് നമുക്ക് പാപമോചനമാണ്. ഹബീബിൻ്റെ വസീലത്തും ഫളീലത്തും നമുക്ക് പാപമോചനമാണ്. അപ്പം ഹബീബിൻ്റെ മേലിൽ ഈ റമദാനിലും ധാരാളം സ്വലാത്തുകളും മദ്ഹും പാടാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക. നിങ്ങൾ ഓരോരുത്തരും ഇത് ഓരോന്നും പറയുന്നത് ഹബീബിൻ്റെ മേലുള്ള സ്വലാത്തിനെ അധികരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. സ്വലാത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. സ്വലാത്തിനെ അധികരിപ്പിക്കാൻ ഈ ഒരു റഹ്മത്തിൻ്റെ പത്തിൽ സ്വലാത്തിനെ അധികരിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക. ഹബീബിൻ്റെ അരികിലേക്ക് നമ്മൾ എങ്ങനെയാ പോണ്ടേ? ഒരു നാളിലെൻ്റെ റൂഹ് പിരിയും നേരം നബിയെ വന്നിടൂ. ആ സമയമെന്നിൽ സ്വാന്തന കുളിരേകിടുയ സയ്യിദി. ഒരു നാളിലെൻ്റെ റൂഹ് പിരിയും നേരം നബിയെ വന്നിടൂ. ആ സമയമെന്നിൽ സ്വാന്തന കുളിരേകിടുയ സയ്യിദി. മൗത്തിൻ നോവ് മറന്നിടാനായി വന്നിടില്ലേ തങ്ങളെ. മൗത്തിൻ നോവ് മറന്നിടാനായി വന്നിടില്ലേ തങ്ങളെ. ഈ പാപി തന്നിലെ ആശകൾ നിറവേറ്റിടില്ലേ യാ നബി, നിറവേറ്റിടില്ലേ യാ നബി. അന്ന് കൂരിരുൾ കാട്ടില് ഭീകരമാം ഖബറില് ഭീതിയിൽ ഞാൻ കഴിയുമ്പോൾ എന്നിൽ തുണയായി വരില്ലേ, എന്നിൽ തുണയായി വരില്ലേ. ഒരു നാളിലെൻ്റെ റൂഹ് പിരിയും നേരം നബിയെ വന്നിടൂ. ആ സമയമെന്നിൽ സ്വാന്തന കുളിരേകിടൂയ സയ്യിദി, കുളിരേകിടൂയ സയ്യിദി. മരണസമയം ഹബീബിൻ്റെ പൂമുഖം കണ്ടുകൊണ്ട് മരിക്കുന്ന വിജയികളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹബീബിൻ്റെ ആ പൂമുഖം കണ്ടുകൊണ്ട്
മരണസമയം ആ മരണവേദന അറിയാതെ ആ ഹബീബിൻ്റെ പൂമുഖം കൊണ്ട് ഒരു വേദനയും അറിയാതെ ആ ഒരു പുഞ്ചിരിയിൽ കണ്ണടയുന്നവരുടെ കൂട്ടത്തിൽ നമ്മേക്ക് അവൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ ഖബറിൽ ചെന്ന് കഴിഞ്ഞാൽ പല ആളുകൾക്കും പല വിധത്തിലുള്ള തസ്തികകളോട് കൂടെയുള്ള ചോദ്യങ്ങളുണ്ട്. ചില ആളുകൾക്ക് 40 ദിവസം ചോദ്യം ചെയ്യുന്നവരുണ്ട്, ചില ആളുകൾക്ക് 7 ദിവസം ചോദ്യം ചെയ്യുന്നവരുണ്ട്, ചില ആളുകൾക്ക് 3 ദിവസം ചോദ്യം ചെയ്യുന്നവരുണ്ട്, ചില ആളുകൾക്ക് ഖിയാമത്ത് നാൾ വരെ ചോദ്യം ചെയ്യുന്നവരുണ്ട്, ചില ആളുകൾക്ക് ഒരു സെക്കൻഡ് മാത്രം ചോദ്യം ചെയ്യുന്നവരുണ്ട്. ചില സെക്കൻഡ് മാത്രം ചോദ്യം ചെയ്യുന്നത് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഹബീബാണെന്ന് പറയുന്ന ഒരു ചോദ്യം. ഈ ഒരു വ്യക്തിയെ നിനക്കറിയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. ആ ഒരു ചോദ്യം ചോദിക്കുന്നവരുടെ കൂട്ടത്തിൽ ഹബീബിനെ കണ്ടുകൊണ്ട് ഇത് ഹബീബാണ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ചോദ്യത്തിനുള്ള മറുപടി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിന് ഹബീബിനെ ഇവിടെ നിന്ന് കാണണം, അതിന് ഹബീബിനെ ഈ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ കാണണം. ദുനിയാവിൽ വെച്ചിട്ട് തന്നെ കാണാൻ സാധിക്കുമല്ലോ. യഖ്ളത്തിലും മനാമിലുമായി ഹബീബിനെ കാണാൻ സാധിക്കുമല്ലോ. 5 വയസ്സുള്ള കുട്ടിക്ക് പോലും ഹബീബിനെ കാണാൻ കഴിയല്ലോ. ഒന്നും മനസ്സിലാക്കാതെ ഹബീബിൻ്റെ മേലിൽ ചെറുപ്പം മുതലേ സ്വലാത്തിനെ ദായിമാക്കിക്കൊണ്ട് ഒരു മേഘത്തിലായിക്കൊണ്ട് ഹബീബ് ഇറങ്ങി വന്നുകൊണ്ട് മുത്തേ ഞാൻ നിന്റെ ഹബീബാണ്, എൻ്റെ മേലിൽ നീ സ്വലാത്ത് ചൊല്ലലില്ലേ, ഞാൻ നിന്റെ ഹബീബാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ എൻ്റെ മേലിൽ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോ എന്ന് 5 വയസ്സുള്ള കുട്ടിയോടാണ് ഹബീബ് പറഞ്ഞിട്ടുള്ളത്. അത് സാധിക്കുമെങ്കിൽ അതുപോലെ ഒരു മജൂസിയായ മനുഷ്യന് ഹബീബിനെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും. ഹബീബിനെ ഈ റഹ്മത്തിൻ്റെ 10ലും മഗ്ഫിറത്തിൻ്റെ 10ലും ലൈലത്തുൽ ഖദ്റിൻ്റെ 10ലൊക്കെ ഹബീബിനെ കണ്ടവരുണ്ട്. ആ ഹബീബിനെ കണ്ടവരുടെ കൂട്ടത്തിൽ നമുക്കും കാണാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ. ഈ റമളാൻ കടന്നു പോകുമ്പോൾ ഹബീബിനെ കൺകുളിർക്കെ കാണാനുള്ള തൗഫീഖ് അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ നൽകുമാറാവട്ടെ. അതുപോലെ ഹബീബിൻ്റെ മദദ് കാരണം ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ റബ്ബിനറിയാലോ, ഹബീബിനറിയാലോ. ഹബീബിൻ്റെ മദദ് കാരണം പൂർത്തീകരിച്ച് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഉസ്താദുമാർക്ക് ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ പല ആളുകളും പല വിധത്തിൽ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ, അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കണേ റബ്ബേ. ഞങ്ങൾക്കാകെ ആവശ്യം ഹബീബിനെയാണ്. ഹബീബിനോടുള്ള മഹബ്ബത്ത് ഞങ്ങൾ രക്തത്തിൽ അലിയുന്ന തരത്തിൽ എല്ലാം ഹബീബിന് വേണ്ടി സമർപ്പിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله
സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. സ്വല്ലി അലാ ജമീഅൽ അംബിയാഇൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ത്വയ്ബ എന്നുള്ളത് ഹബീബ് ഇഷ്ടപ്പെട്ട ഒരു നാമമാണ്, മദീനക്ക് ഇട്ടുകൊടുത്തൊരു നാമമാണ്. ആ ത്വയ്ബ മീഡിയയിലൂടെയാണ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ. അപ്പോൾ ഈ ത്വയ്ബയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഹബീബിനോടുള്ള മഹബത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഇതിനെയും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.